യോഹന്നാൻ സുവിശേഷം 11 അധ്യായത്തിന് 43-44 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. നാമായി ഉരുട്ടി മാറ്റേണ്ട കല്ലുകൾ ഉരുട്ടി മാറ്റുമ്പോൾ തുറക്കപ്പെട്ട കല്ലറയ്ക്ക് മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിക്കുവാനിടയായി തീർന്നു. ആ യേശു തുറക്കപ്പെട്ട കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് ഉറക്കെ വിളിക്കുന്ന വിളിയാണ് ലാസറേ, പുറത്തു വരിക എന്നുള്ളത്. ഇതുപോലെ സ്പെസിഫിക് കോളിങ്ങുകൾ നമുക്ക് ലഭിക്കാനായി യേശുവിന്റെ സ്പെഷ്യൽ സ്നേഹത്തിലേക്ക് അടുത്തു വരാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയുള്ള ചില വിളികൾ നമ്മുടെ ചരിത്രത്തെ തന്നെ മാറ്റും. നമ്മുടെ അവസ്ഥകളെയും അനുഭവങ്ങളെയും തിരിക്കുന്ന ഈ സ്പെസിഫിക് കോളിംഗ് നമ്മുടെ മേൽ വന്നു വീഴാൻ നമുക്കും ഏൽപ്പിച്ചു കൊടുക്കാൻ യേശുവിനെ സ്നേഹിക്കാൻ കഴിയട്ടെ. വിളി കേൾക്കേണ്ടത് നിർജീവമായി ചലനമറ്റ് കിടക്കുന്ന ജഡശരീരമാണെങ്കിലും വിളിക്കുന്നവന്റെ പ്രത്യേകതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1:18 പറയുന്നത്, അവൻ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാണെന്നാണ്. വിളി കേൾക്കുന്നവനല്ല പ്രത്യേകത, വിളിക്കുന്നവനാണ് പ്രത്യേകത. സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് വേണ്ടി ഒന്ന് ശബ്ദിച്ചാൽ ഏത് ചലനമറ്റ് കിടക്കുന്ന അനുഭവങ്ങളെയും നിർജീവമായി കിടക്കുന്ന അവസ്ഥകളെയും തുടിപ്പും ചൈതന്യവും ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് അത് മാറ്റും എന്ന് നാം മറന്നു പോകരുത്. ഈ ലാസറിന്റെ ഉയർപ്പും ഒരു അടയാളമാണ്. അത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 5 അധ്യായത്തിന്റെ 25 വാക്യത്തിലാണ്. എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്യുന്നവർ നിത്യജീവനായും തിന്മ ചെയ്യുന്നവർ നിത്യന്യായവിധിക്കായും എഴുന്നേൽക്കുന്ന നാഴിക വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടോ നന്മ പ്രാപിച്ചു എന്നുള്ളത് കൊണ്ടോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചു എന്നുള്ളത് കൊണ്ടോ അല്ല, ഇനി വരുന്ന ഒരു ഉയർപ്പിൽ നാം ഭാഗവാക്കാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് നാം സമ്പാദിക്കുന്ന, നാം അനുഭവിക്കുന്ന സകലതും നിരർത്ഥകമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് ലാസറിനെ ഉയർപ്പിച്ച അതേ ശബ്ദം ഇനി ഒരിക്കൽ മുഴങ്ങും. അതിനെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കർത്താവിന്റെ ഗംഭീര നാദം എന്നാണ്. അത് കേൾക്കാൻ ഇനി അധികം സമയമില്ലെന്നിരിക്കെ ആ ഉയർപ്പിൽ നമുക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാകണം. ആ നിത്യതയുടെ ഉയർപ്പിന്റെ ഭാഗവാക്കാകാൻ ഇന്ന് ഈ ജീവിതത്തിൽ ഒരുക്കപ്പെടാൻ ലാസറിന്റെ ഈ ഉയർപ്പ് സ്പഷ്ടമായി നമ്മെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനായി ജീവിതത്തെ ക്രമീകരിപ്പാൻ നമുക്ക് കഴിയട്ടെ. ലാസറേ, പുറത്തു വരിക എന്ന് പറയുമ്പോൾ മരിച്ചവൻ പുറത്തു വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവനെ അകത്ത് വെച്ചത് പലർ ചേർന്നാണ്. എന്നാൽ പുറത്തു വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്നെങ്കിൽ ദൈവ ശബ്ദം നമുക്ക് വേണ്ടി വെളിപ്പെട്ടാൽ പരസഹായമില്ലാതെ വെളിപ്പെടുന്ന ദൈവിക പ്രവൃത്തികൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അകത്തെങ്ങനെ വെച്ചോ അതുപോലെ തന്നെയാണ് പുറത്തു വരുന്നത്. കൈകാലുകൾ ബന്ധിച്ച് ശീല കൊണ്ട് മൂടി റുമാൽ കൊണ്ട് മുഖം മറച്ചവനായി അകത്ത് ആളുകൾ വെച്ചപ്പോൾ അതേ അനുഭവത്തിൽ തന്നെയാണ് അവനെ പുറത്തെടുക്കുന്നത്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഒന്ന് ഇപ്പോൾ ഇവനിലുണ്ട്. അതവന്റെ ജീവനാണ്. ജീവനായവൻ ഉറക്കെ വിളിച്ചാൽ ഒരു മരണത്തിനും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ഒരു പാതാളത്തിനും ഒരു അധികാരങ്ങൾക്കും നിങ്ങളെ ഒതുക്കി വെക്കാൻ കഴിയുകയില്ല. വരേണ്ടവൻ വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ടതുപോലെ അവൻ വിളിക്കും. അതിൽ ഒരു അത്ഭുതം നടന്നിരിക്കും. ചില യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഭൗതിക ശരീരത്തിന് ചുറ്റും ഏകദേശം 3 ദിവസത്തോളം ആത്മാവ് വലയം ചെയ്ത് നിൽക്കും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എന്നാൽ 3 ദിവസത്തിന് ശേഷം 4-ാം ദിവസം ജീർണിക്കാറായ ശരീരത്തിന്റെ അടുക്കൽ വന്ന് യേശു ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ചില കൺസെപ്റ്റുകൾ അവിടെയും പൊളിഞ്ഞു മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ മാറ്റി നിർത്തിയാലും ഇത്ര മാത്രമേ വളരുകയുള്ളൂ, ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചില കൺസെപ്റ്റുകളെ പൊളിച്ചെടുക്കുന്ന ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശു ലാസറിനെ വിളിക്കുമ്പോൾ അവൻ പുറത്തു വരുന്നുണ്ട്. ആ സമയത്ത് അവന്റെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ലാസറിന്റെ ശരീരം അകത്ത് കിടക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ ജീർണ അവസ്ഥയിൽ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവനിലേക്ക് ജീവൻ പകരപ്പെടുകയല്ല ആദ്യം ചെയ്യുന്നത്. നിർജീവമായ ദ്രവത്വത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ശരീരത്തെ പുനഃക്രമീകരിച്ച് ജീവൻ പകരത്തക്ക രീതിയിൽ ആ ശരീരം യോഗ്യമാക്കിയതിന് ശേഷമാണ് അവനിലേക്ക് ജീവൻ പകർന്നതെങ്കിൽ പുറത്തു വരുന്നവൻ ജീവനുള്ളവനായി വരുന്നത് പുരുഷാരത്തിനെ കാണാൻ കഴിഞ്ഞെങ്കിലും അകത്ത് നടന്ന ചില ദൈവപ്രവർത്തികൾ അത് രഹസ്യമാണ്. അകത്ത് ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്തു വരുന്നത് അത്ഭുതമായിട്ടായിരിക്കും. അകത്ത് പ്രശ്നമുഖരിതമായ അനുഭവങ്ങളായിരിക്കും, ഇരുട്ടായിരിക്കും, ദുർഗന്ധമായിരിക്കും, മരണമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം അതിനെ ഭേദിച്ച് അകത്ത് ചെന്ന് ചില ദൈവപ്രവൃത്തികൾ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് ചില ചലനങ്ങൾ നടന്നിരിക്കും. പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത ദൈവപ്രവൃത്തികൾ അതിന്റെ അകത്ത് ഈ ശബ്ദം ക്രമീകരിച്ചു കൊണ്ടിരിക്കും.
നിങ്ങളുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഈ യേശുവിന്റെ ശബ്ദം പ്രതികരിച്ചു തുടങ്ങട്ടെ. ആ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് നിർജീവ അനുഭവങ്ങളെയും ചലനമുള്ളതാക്കുന്ന, തുടിപ്പും ചൈതന്യവുമുള്ളതാക്കുന്ന പുതിയ അനുഭവങ്ങളെയും വിടുതലുകളെയും പ്രാപിച്ചെടുക്കാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. ഉരുട്ടിമാറ്റിയ കല്ലുകൾക്കപ്പുറത്ത് തുറക്കപ്പെട്ട കല്ലറയ്ക്കകത്തേക്ക് കയറുന്ന ഉറക്കെയുള്ള യേശുവിന്റെ വിളികൾ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളെ പൊളിച്ചടുക്കി പുതിയ ദൈവിക പദ്ധതികളെ, പ്രവൃത്തികളെ പുറത്തു കൊണ്ടുവരുമ്പോൾ അകത്ത് നടക്കുന്ന ചില ദൈവപ്രവൃത്തികൾ പുറത്തു വരുന്നത് അത്ഭുതമായിട്ടായിരിക്കും. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ ദൈവം ചെയ്തു തരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.